ബി.ജെ.പി. നേതാവും നടനുമായ ജി കൃഷ്ണകുമാറിനെതിരെ തട്ടിക്കൊണ്ടുപോകലിന് കേസ്. മകളുടെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരുടെ പരാതിയിലാണ് കേസെടുത്തത്. മകൾ ദിയ കൃഷ്ണയും കേസിൽ പ്രതിയാണ്. അതേസമയം ജി കൃഷ്ണകുമാറും മകൾ ദിയയും ഭീഷണിപ്പെടുത്തിയതായി ജീവനക്കാർ. ജാതി അധിക്ഷേപം നടത്തിയെന്നും തെളിവുകൾ കൈവശമുണ്ടെന്നും ജീവനക്കാർ പറയുന്നു. പ്രതികരണത്തിലേക്ക്. ഞങ്ങൾ ആദ്യമായിട്ട് അവിടെ ജോലിക്ക് കയറിയപ്പോൾ ഡി എം എം ഞങ്ങളുടെ ഇങ്ങോട്ട് പറഞ്ഞത്, നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ പേയ്മെൻ്റ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി, കാരണം എൻ്റെ അക്കൗണ്ടിൽ മേടിച്ചാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബാങ്കിൻ്റെ ഇഷ്യൂസ് വരുന്നുണ്ട്. ആദ്യം നമ്മുടെ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മളെ പാർട്ട് ടൈം എന്ന് പറഞ്ഞ് വിളിച്ച ജോലി ഓവർ ടൈം ആകുന്നതിനെതിരെ ഞങ്ങൾ ജോലി ചെയ്ത് മാറാൻ വേണ്ടി കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ എങ്ങനെയെന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും ഇങ്ങനെ അടിച്ചമർത്തുന്ന സംസാരം, ജാതീയമായിട്ട് അധിക്ഷേപിക്കുന്നത്, മറ്റു ആൾക്കാരുടെ അടുത്ത് നമ്മളെപ്പറ്റി കുറ്റം പറയുന്നത്, നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ പേയ്മെൻ്റ് ഒക്കെ മേടിച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ സ്റ്റാറ്റസ് ഇട്ട് കസ്റ്റമറിൻ്റെ നിന്ന് കളക്ട് ചെയ്യും, എന്നിട്ട് ഞാൻ നിങ്ങൾക്കെതിരെ തെഫ്റ്റ് കേസ് ഫയൽ ചെയ്യുമെന്ന് എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്. ഓഫീസിൽ വെച്ച് ഞങ്ങളുടെ പറഞ്ഞിരുന്നതാണ് നിങ്ങളിത് സമ്മതിച്ചേ പറ്റും, ഞങ്ങൾ അവർ ഭീഷണിപ്പെടുത്തിയാണ് ഈ കാര്യം ഞങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത്. പിന്നെ നമ്മളെപ്പറ്റി ഇവർ ആ ജാതിയിലുള്ളവരാണ്, അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറ്റുന്നത്, ഇവർ സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരാണ്, ഇവർ നമ്മളെ പോലെയല്ല, ഇവരെ കൾച്ചർ വേറെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് അധിക്ഷേപിക്കുന്നതിൻ്റെ റെക്കോർഡ്സ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. മാനസ മനോജ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്നും. മാനസായി സൂചിപ്പിച്ചതുപോലെ തന്നെ ജീവനക്കാരുടെ പ്രതികരണം അടക്കം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ജീവനക്കാർ ഉന്നയിക്കുന്നത്. ഏത് രീതിയിലാണ് ഇപ്പോൾ കേസിന്റെ അന്വേഷണം പോകുന്നത്? അത് മാത്രമല്ല, ഇരുവരുടെയും പ്രതികരണങ്ങൾ ഈ കേസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. മാനസ. തീർച്ചയായും ആതിര, ഇരു ഭാഗത്ത് നിന്നുള്ള പ്രതികരണവും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം ഇത്തരത്തിൽ ദിയ കൃഷ്ണയും കൃഷ്ണകുമാറും പറയുന്നത് ഈ 89 ലക്ഷം രൂപ ഈ 3 ജീവനക്കാരികൾ തട്ടിയെടുത്തു എന്നുള്ളതാണ്. എന്നാൽ ഈ സ്ഥാപനത്തിൽ മുൻപ് ഉണ്ടായിരുന്ന, ഇപ്പോൾ രാജിവെച്ച് പുറത്തുപോയ ഈ 3 ജീവനക്കാരികൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ പറയുന്നത് തങ്ങളെ ഭീഷണിപ്പെടുത്തിയാണ് ഇത്തരത്തിൽ തങ്ങളിൽ നിന്നും പൈസയൊക്കെയും തന്നെ ഈടാക്കിയത് എന്ന കാര്യമാണ്. കാരണമായി പറയുന്നത് ഈ ദിയ കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തി തങ്ങളെ അധിക്ഷേപിക്കുകയും അതോടൊപ്പം തന്നെ മോശം പെരുമാറ്റമുള്ള ഒരു വ്യക്തിയാണ്. അതിൽ തുടരാൻ സാധിക്കാത്തതിന് പിന്നാലെയാണ് ഇവർ 3 പേരും ജോലിയിൽ നിന്ന് പിന്മാറുന്ന ഒരു പ്രവണത ഉണ്ടായത്. അതിനെ തുടർന്ന് ഈ 3 പേരെയും തെരഞ്ഞു പിടിച്ചുകൊണ്ട് ഈ ദിയ ചിത്രീകരിച്ച ഒരു കഥ ആണ് ഇത്. അതുമാത്രമല്ല, ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇവർ തെറ്റുകാരാണ്, അല്ലെങ്കിൽ മോഷണം ചെയ്തിട്ടുണ്ട്, ഈ തുക കവർന്നെടുത്തു എന്ന രീതിയിലുള്ള ഈ സ്റ്റോറികളൊക്കെയും തന്നെ അപ്ലോഡ് ചെയ്ത് ഇവരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ 3 ജീവനക്കാരികളും ഇവർക്ക് അനുകൂലമായി വഴങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ ദിയയുടെ ഫ്ളാറ്റിലാണ് ഈ 3 പേരെയും വിളിച്ചു വരുത്തിയത്. പിന്നീട് ഈ കൃഷ്ണകുമാറിന്റെ അമ്പലമുക്കുള്ള വീട്ടിൽ വെച്ച് ഇവരെ 7 മണിക്കൂറോളം കസ്റ്റഡിയിൽ വെക്കുന്നു. ഉച്ചയോടെ ഈ 3 ജീവനക്കാരികളിൽ 2 ജീവനക്കാരികളുടെ ഭർത്താക്കന്മാരെ പുറത്തുവിടുകയും അതോടൊപ്പം തന്നെ ഇവർ ആവശ്യപ്പെട്ട തുക 8 ലക്ഷം രൂപ വേണം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ പൈസ തന്നു കഴിഞ്ഞാൽ ഒത്തുതീർപ്പാക്കാം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇവർ ഈ തുക സംഘടിപ്പിച്ച് കൊടുക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായത്. പിന്നാലെയാണ് ഇത്തരത്തിൽ ഇവർക്കെതിരെ കേസുമായി ദിയ കൃഷ്ണയും കൃഷ്ണകുമാറും പോയത്. അതിനു മുൻപ് തന്നെ ഈ ജീവനക്കാരികൾ പരാതി നൽകിയെങ്കിലും ആ പരാതിയിൽ FIR ഇടാൻ പോലീസ് വൈകിപ്പിച്ചു എന്ന ആരോപണവും ഈ 3 ജീവനക്കാരികൾ നൽകുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ എന്തിനാണ് ഈ ഭീഷണിക്ക് വഴങ്ങിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ നിരന്തരം ചോദിക്കുകയുണ്ടായിരുന്നു. അതിൽ ഈ 3 പേരും പറയുന്നത് ഇവരെ 3 പേരെയും തന്നെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയതിൻ്റെ ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിയതും. അതോടൊപ്പം തന്നെ ഈ കൃഷ്ണകുമാറും ഭാര്യയും അതോടൊപ്പം തന്നെ ദിയ കൃഷ്ണ, മറ്റു മക്കളടക്കമുള്ള ആളുകൾ ഇവരെ അമ്പലമുക്കുള്ള വീട്ടിൽ വെച്ച് വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അവരെ കൊണ്ട് ഈ കൃഷ്ണകുമാറിൻ്റെ കാല് പിടിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ പകർത്തിയെന്നും അതും ആരോപിക്കുന്നുണ്ട്. അതിൻ്റെ ഒക്കെയും തന്നെ തെളിവുകൾ ഈ ജീവനക്കാരികളുടെ പക്കൽ ഉണ്ട് എന്ന് തന്നെയാണ് അറിയിക്കുന്നത്. ഒപ്പം തന്നെയാണ് ഇത്തരത്തിൽ ഓഡിയോ റെക്കോർഡുകൾ ദിയ മറ്റ് കസ്റ്റമേഴ്സിൻ്റെ മുന്നിൽ നിന്നും ഇത്തരത്തിൽ തങ്ങളെ മോശമായി പറയുന്നതടക്കമുള്ള വാക്കുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിനിടെയാണ് ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടിൻ്റെ കാര്യമായി പറയുന്നത്. വലിയ രീതിയിലുള്ള നികുതി പ്രശ്നമുള്ളതിനാൽ തന്നെ ഈ 3 ജീവനക്കാരികളുടെയും അക്കൗണ്ടിൽ മതി ഈ സാധനങ്ങൾ വിറ്റു കിട്ടുന്ന തുക ഇടേണ്ടത്. ആ ഒരു ഘട്ടത്തിൽ ഈ 3 പേരുടെയും അക്കൗണ്ടുകളിലായാണ് പൈസ എത്താറുള്ളത്. അത് ആഴ്ച തോറുമോ അല്ലെങ്കിൽ മാസം തോറുമോ ഇവർ തന്നെ ദിയക്ക് ക്യാഷായി എടുത്തു കൊടുക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ സ്വരച്ചേർച്ചയും പിന്നാലെ അത് പരാതിയിലേക്ക് പോവുകയും ഭീഷണിപ്പെടുത്തലിലേക്ക് പോവുകയും അത് ഒരു ഒത്തുതീർപ്പിലേക്ക് പോവുകയും 89 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന് ദിയയും ദിയയുടെ കുടുംബവും ആരോപിക്കുന്നു. എന്നാൽ തങ്ങൾ തുക തട്ടിയെടുത്തിട്ടില്ല, തങ്ങളെ മോശമായി ചിത്രീകരിച്ച് അത് ഭീഷണിപ്പെടുത്തിയ രീതി അത് പിന്നീട് ഒത്തുതീർപ്പാക്കുന്നതിലേക്ക് പോകുമ്പോഴാണ് തങ്ങൾ അത് ഭീഷണിയിൽ വഴങ്ങി ഈ 8,32,000 രൂപ തങ്ങൾക്ക് കൊടുക്കേണ്ടി
നൽകേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത് എന്നാണ് ഈ 3 ജീവനക്കാരികളും പറയുന്നത്. ഏതായാലും നിയമപരമായി നിയമത്തെ തേടി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ 3 ജീവനക്കാരികളും തയ്യാറായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ മണിക്കൂറുകളിൽ ദിയ കൃഷ്ണയാണെങ്കിലും ഈ കൃഷ്ണകുമാറാണെങ്കിലും പറയുന്നത് നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ്. മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. ആ രീതിയിലേക്ക് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇരുവരും വ്യക്തമാക്കുന്നത്. ആതിര. ശരി, വ്യക്തമാണ് വിവരങ്ങൾ നൽകിയത് മാനസ മനോജ് തിരുവനന്തപുരത്ത് നിന്നും.